മെഡിക്കൽ കോളേജുകളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്സിജൻ സിലിണ്ടറിൻ്റെ പൊട്ടി തെറിച്ചു ആ നേഴ്സിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന തരത്തിലുണ്ടായി. PSCയിൽ നിന്നും നിയമിതരായിട്ടുള്ള ആൾക്കാർ ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉണ്ടാകുന്നില്ല. ഞാൻ ഇത്തരം വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ വലിയ തോതിലുള്ള പീഡനമാണ് അനുഭവിക്കുന്നത്. അവിടെ സത്യത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ അവിടെ നടക്കുകയാണ്. പുറത്തു വരാത്തത് ഇതിനേക്കാൾ വളരെ സംഭവങ്ങളുണ്ട്. ഈ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. ഈ ICU ബെഡ് കൊടുക്കാതെ തറയിൽ ചോര ശബ്ദിച്ചാണ് അവർ മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിട്ടൊരു വാർത്ത വന്നു. നമ്മൾ ആരോഗ്യവകുപ്പ് അത്ര വളരെ മോശമായ രീതിയിലാണോ അതും മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണത്? ഇതൊന്നും നോക്കാനൊന്നും ആരുമില്ലേ? ഇത് സാധാരണ ആൾക്കാർ എങ്ങനെ അവിടെ അഡ്മിറ്റ് ആവും? ഈ സംഭവം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കാതെ പോയി. അല്ലെങ്കിൽ ഇത് വാർഡിലോ മറ്റുമൊക്കെ ആണെങ്കിൽ വളരെ ഒരു ദയനീയമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് തന്നെയായാലും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് മറ്റ് വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ പോയി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാവുന്നു. പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതാനും 1-2 മാസം മുമ്പ് SAT ആശുപത്രിയിൽ ഇത്തരത്തിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ പൊട്ടി തെറിച്ചു ആ നേഴ്സിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന തരത്തിലുണ്ടായി. അതുപോലെ തന്നെ ഒരു മാസം ആകുന്നില്ല, 2-3 ആഴ്ചകളെ ആകുന്നുള്ളൂ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ UPS സിസ്റ്റം കാഷ്വാലിറ്റിയിലെ അത് പൊട്ടിത്തെറിച്ചു. അത് കത്തി അവിടുത്തെ രോഗികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതോടുകൂടി അത് മാധ്യമ ശ്രദ്ധയിൽ നിന്നും മായുകയും പിന്നീട് അതിൽ എന്ത് നടപടി ഉണ്ടായി എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ പാവപ്പെട്ട രോഗികളുടെ ഏറ്റവും വലിയ ആശ്രയമായി മാറുന്ന മെഡിക്കൽ കോളേജുകളിലാണ് ഈ സംഭവം. ഇവിടെ പ്രാദേശിക ആരോഗ്യ കേന്ദ്രത്തിലല്ല. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ നമ്മൾ അത്യാവശ്യം കാഷ്വാലിറ്റിയിൽ ഓടിച്ചെല്ലുന്ന കാഷ്വാലിറ്റി തീ പിടിക്കുകയാണ്. ഓടിച്ചെല്ലുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി, അവിടെയും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസം കണ്ടത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് അതിൻ്റേതായ പ്രാവീണ്യമുള്ള ജീവനക്കാരുണ്ടാകണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം, കഴിഞ്ഞ എത്രയോ നാളുകളായി PSCയിൽ നിന്നും നിയമിതരായിട്ടുള്ള ആൾക്കാർ ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നിക്കൽ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇവരൊന്നും തന്നെ ഒരു മെഡിക്കൽ കോളേജിലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ ഈ ബന്ധപ്പെട്ട ജീവനക്കാരില്ലാത്ത വരുമ്പോൾ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഈ പണി ചെയ്യുകയാണ്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഈ പണി ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ ഇത്തരം പ്രവൃത്തികൾ ടെക്നിക്കലായി ചെയ്യേണ്ട ഈ ജോലി അറിഞ്ഞുകൂടാത്തവർ ആ ജോലി ചെയ്യുകയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലുള്ള ജീവനക്കാരില്ലാത്തത് കൊണ്ട് ഈ വിദ്യാർത്ഥികളെ തന്നെ ഇത് ഏൽപ്പിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ടെക്നിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരെ തന്നെ ഏൽപ്പിച്ച് അവരെ 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇത്തരം വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ വലിയ തോതിലുള്ള പീഡനമാണ് അനുഭവിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ കൊണ്ട് മുഴുവൻ ജോലിയും 24 മണിക്കൂർ ജോലി, അവിടെ സത്യത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും ഈ മന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇനിയെങ്കിലും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഇത് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. എന്തു ചോദിച്ചാലും എന്ത് സംഭവിച്ചാലും ഉടനെ മന്ത്രി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും. ആ റിപ്പോർട്ടിന്മേൽ എല്ലാം അവസാനിക്കുകയാണ്. ഇന്നലെ വരെ എത്ര റിപ്പോർട്ടുകൾ മന്ത്രി ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിന്മേലും നടപടിയില്ല. പക്ഷേ ഇത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമാണ്. നമ്മൾ ഒരു ദിവസം പത്രത്തിൽ കണ്ടുപോകുന്നു എന്നതിനപ്പുറം ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ PSC വഴി നിയമിതനായി ഉണ്ടാകേണ്ട ഈ ഓപ്പറേഷൻ ടെക്നിക്കൽ പഠിച്ചിട്ടുള്ള പ്രത്യേക കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ചിട്ടുള്ളവരില്ലാത്തത് കൊണ്ട് ഇവിടെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പലതും പുറത്തു വരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പുറത്തു വരുന്നുവെങ്കിൽ പുറത്തു വരാത്തത് ഇതിനേക്കാൾ വളരെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യത്തിന് ജീവനക്കാരെ
ഈ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. ഈ മന്ത്രി രാവിലെ നോക്കുന്നു, എവിടെയെങ്കിലും മിന്നൽ പരിശോധന നടത്തുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു. എന്തെങ്കിലും ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ DMEയോടോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടോ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. ആ അന്വേഷണ റിപ്പോർട്ടും വാങ്ങിച്ചു വെച്ചിട്ട് കണ്ണും പൂട്ടിയിരിക്കുന്നു. ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളം നമ്പർ 1 ആരോഗ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ എന്താണ് നമ്പർ 1? പാവപ്പെട്ടവന് ആശുപത്രിയിൽ വന്നാൽ ജീവൻ പോണ ഒരു സംവിധാനമാണ്. വേണ്ടത്ര ICU സംവിധാനങ്ങളില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൊല്ലത്ത് 2 മഞ്ഞപ്പിത്തം ബാധിച്ച് വന്നവർക്ക് പോലും ICU ബെഡ് കൊടുക്കാതെ തറയിൽ ചോര ശബ്ദിച്ചാണ് അവർ മരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ടവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ മെഡിക്കൽ കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു അവസാനം വേണം. ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്ത റിപ്പോർട്ടുകൾ വായിച്ചു പഠിക്കാതെ അവിടെ വന്ന് ബന്ധപ്പെട്ട താഴെത്തട്ടിലുള്ള ജീവനക്കാരോട് ചോദിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മന്ത്രി തയ്യാറാവണം.